ഗായ്സ് വെൽക്കം ടു മെഡ്ഹെഡ് ഹബ്. അപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്ന ബഫറാണ്. അതായത് ഇനി വരാൻ പോകുന്ന സെമ്മുകളിലും അല്ലെങ്കിൽ ഇനി നിങ്ങളുടെ ബിഫാം ജേർണിയിൽ നിങ്ങൾക്ക് ആവശ്യമായതും അല്ലെങ്കിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതുമായിട്ടൊരു സാധനമാണ് ബഫർ. അപ്പം പല വൈവ ക്വസ്റ്റ്യൻസിലും ഒക്കെ പല ആൾക്കാരും ചോദിക്കുക എന്താ ബഫർ എന്ന് ചോദിക്കും. അന്ന് കിടന്ന് ബപ്പ അടിക്കാതിരിക്കാൻ വേണ്ടിയാണ് ബഫർ. ആ പേര് പറയുന്നത് പറഞ്ഞാൽ ബപ്പ അടിക്കാതിരിക്കാൻ വേണ്ടി പഠിക്കുന്ന സാധനമാണ് ബഫർ എന്ന് വെച്ചാൽ. സോ എന്താണ് പി എച്ച് എന്ന് ആദ്യം അറിയണം. സോ പി എച്ച് നമ്മൾ തെർമോഡൈനാമിക് ടേമിൽ പറയുവാണെങ്കിൽ നെഗറ്റീവ് ലോഗരിതം ഓഫ് ആക്ടിവിറ്റി ഓഫ് ഹൈഡ്രോണിയം അയൺസ് H3O+. സോ ഹൈഡ്രോണിയം അയണിൻ്റെ ആക്ടിവിറ്റീനെ കുറിക്കുന്നതാണ് എന്ത് പി എച്ച് എന്നാണ് പറയുന്നത്. ഓക്കെ, സോ സൊറിൻസൺ ഡിഫൈൻ പി എച്ച് ദ ലോഗരിതം ഓഫ് ദ റെസിപ്രോക്കൽ ഓഫ് ദി ഹൈഡ്രജൻ അയൺ കോൺസെൻട്രേഷൻ. അപ്പം സോറൻസൺ പറഞ്ഞതെന്ന് വെച്ചാൽ പി എച്ച് എന്ന് പറയുന്നത് എന്താണ്, ലോഗരിതം ഓഫ് ദി റെസിപ്രോക്കൽ ഓഫ് ദി ഹൈഡ്രജൻ അയൺ കോൺസെൻട്രേഷൻ എന്ന് പറഞ്ഞു. മാത്തമാറ്റിക്കലി പി എച്ച് ഇസ് എക്സ്പ്രസ്ഡ് as പി എച്ച് ഈസ് ഈക്വൽ ടു -log H3O+ എന്നാണ് നമ്മൾ മാത്തമാറ്റിക്കലി പറയാം. ഓക്കെ, സോ സോറൻസൺസ് പി എച്ച് സ്കെയിൽ പറയാം. സോറൻസൺസ് ഡെവലപ്പ് എ പി എച്ച് സ്കെയിൽ ബേസ്ഡ് ഓൺ ദ പി എച്ച് വാല്യൂ ആൻഡ് ഡിഫറെൻറ്റ് കോൺസെൻട്രേഷൻ ഓഫ് H3O+ അയൺ. സോ ബേസിക്കലി പി എച്ച് വാല്യൂവും ഡിഫറെൻറ്റ് കോൺസെൻട്രേഷൻ ഓഫ് H3O+ അയോണും പ്രകാരം സോറൻസൺ ഇത് പി എച്ച് സ്കെയിൽ ഉണ്ടാക്കി. നമ്മളിപ്പോൾ കാണുന്ന പി എച്ച് സ്കെയിലിൻ്റെ ഒരു അത് തന്നെയാണ് സാധനം കേട്ടോ. ദ സ്കെയിൽ റേഞ്ച് ടു 0 to 14 വിത്ത് 0 ബീങ് സ്ട്രോങ്ലി അസിഡിക് ആൻഡ് 14 ബീങ് സ്ട്രോങ്ലി ആൽക്കലി. സോ നമ്മളിപ്പോൾ കാണുന്ന സെയിം സാധനം തന്നെ കേട്ടോ. സോ ഇപ്പോൾ നമ്മൾ പേപ്പറാണ് ഡിപ്പ് ചെയ്യുക, ആ ഒരു സ്കെയിലായിട്ടല്ല ഉണ്ടാവുക. പേപ്പർ ഡിപ്പ് ചെയ്യുന്നു, പേപ്പറിൻ്റെ കളർ നമ്മൾ എന്തിനും വെച്ച് നോക്കിയിട്ട് ഐഡൻറ്റിഫൈ എടുക്കുകയാണ് ചെയ്യുക. ഓക്കെ, എ പി എച്ച് ഓഫ് 7 ഈസ് കൺസിഡർഡ് ന്യൂട്രൽ വെയർ H3O+ ഈക്വൽ OH-. സോ H3O+ഉം OH ഈക്വൽ ആവുന്ന പോയിന്റ് ന്യൂട്രലും, അത് 7 എന്നും പറയാൻ തുടങ്ങി. ഇനി പി എച്ച് വാല്യൂ ബിലോ 7 ആണെങ്കിൽ അസിഡിറ്റിയും പി എച്ച് വാല്യൂ എബോവ് ആണെങ്കിൽ ആൽക്കലിനിറ്റിയും ആണ്. ഇത് നമുക്ക് പണ്ട് മുതലേ നമ്മൾ പഠിച്ചു വരുന്ന സാധനമാണ്. ഓക്കെ, ഇനി ആപ്ലിക്കേഷൻ ഓഫ് പി എച്ച് എവിടേക്ക് നമുക്ക് ഉപയോഗം വരിക? ബേസിക്കലി ഫാർമസ്യൂട്ടിക്സിൽ തന്നെയാണ്. അതിലൊന്ന് സോലുബിലിറ്റി, സ്റ്റെബിലിറ്റി, പ്യൂരിറ്റി, ബയോളജിക്കൽ ആക്ടിവിറ്റി ഒക്കെ നമ്മൾ പറയുന്നത് പി എച്ച് സ്കെയിൽ വെച്ചിട്ടായിരിക്കും. ഇനി അത് മാത്രമല്ല ഫാർമസ്യൂട്ടിക്കൽ ഫോർമുലേഷനിൽ സ്റ്റോറേജ്, പ്രത്യേകിച്ച് പ്രൊഡക്റ്റിൻ്റെ സ്റ്റോറേജിന് നമുക്ക് ഹെൽപ്പ് ചെയ്യാനായിട്ട് പി എച്ച് ഒരുപാട് ഹെൽപ്പ് ചെയ്യാറുണ്ട്. ഇനി ഡെഫിനിഷൻ ആൻഡ് ആപ്ലിക്കേഷൻ ഓഫ് ബഫർ ഇനിയാണ് നമുക്ക് അറിയേണ്ടത്. ഇനി എന്താ ബഫർ? ബഫർ റെസിസ്റ്റ് ചേഞ്ച് ഇൻ പി എച്ച് അപ്പോൺ ദ അഡീഷൻ ഓഫ് സ്മോൾ ക്വാണ്ടിറ്റി ഓഫ് ആസിഡ് ഓർ ആൽക്കലി. ഇനി നമ്മളൊരു സൊല്യൂഷനകത്ത് ബഫർ ആഡ് ചെയ്തിട്ടുണ്ട്, അങ്ങനെയാണെങ്കിൽ അതിൽ ആസിഡ് ആഡ് ചെയ്തോ ആൽക്കലിൻ ആഡ് ചെയ്തോ എത്രയൊക്കെ ആഡ് ചെയ്താലും അതിൻ്റെ പി എച്ച്, അതിന് നമ്മൾ കൊടുത്തിരിക്കുന്ന പി എച്ചിൽ നിന്ന് ഒരു മാറ്റവും ഉണ്ടാവില്ല. അതായത് ഇപ്പം നിങ്ങളെ കുത്തിയാലും നോവിച്ചാലും ചിരിപ്പിച്ചാലും നിങ്ങൾ ചിരിക്കൂല, ഞാൻ ഇങ്ങനെ തന്നെ ഇരിക്കുള്ളൂ എന്ന് പറയില്ലേ, ആ ഒരു പരിപാടി തന്നെ കേട്ടോ. സോ ബഫർ എന്ന് വെച്ചാൽ റെസിസ്റ്റൻറ്റ് ചേഞ്ച് ഇൻ പി എച്ച് അപ്പോൺ ദ അഡിഷൻ ഓഫ് സ്മോൾ ക്വാണ്ടിറ്റി ഓഫ് ആസിഡ് ഓർ alkali. They have a defined pH value and maintain this value even on dilution or long term storage. കുറേ നാൾ വെച്ചിരുന്നാലും നിങ്ങൾ ഡൈല്യൂട്ട് ചെയ്താലും അതിൻ്റെ പി എച്ചിന് മാറ്റമില്ലാതെ റെസിസ്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ബഫർ ഫൈൻ ആപ്ലിക്കേഷൻ വേരിയസ്, ഞാൻ ഓൾറെഡി പറഞ്ഞതുപോലെ സ്റ്റെബിലിറ്റി, സോലുബിലിറ്റി, പ്യൂരിറ്റി ഒക്കെ അതിൽ ഉപയോഗങ്ങളുണ്ട്. ഓക്കെ, ഇനി ബഫർ സിസ്റ്റമാണ്. അതിന് കുറച്ച് എക്സാമ്പിൾസ് ആണ്. ഞാൻ ഓൾറെഡി പറഞ്ഞു ബഫർ എന്ന് പറയുന്നത് എന്തിനൊക്കെയാണ് ഉപയോഗം എന്ന് പറഞ്ഞു. ദ ഫസ്റ്റ് വൺ ഈസ് കുറച്ച് കമ്പോസിഷനാണ്. ബഫർ സിസ്റ്റത്തിൻ്റെ കമ്പോസിഷനാണ് വീക്ക് ആസിഡ് ആൻഡ് ഇറ്റ്സ് കോൺജുഗേറ്റഡ് ബേസ്. സോ വീക്ക് ആസിഡ് ആൻഡ് കോൺജുഗേറ്റ് ബേസ് ആണ് ഈ ഒരു ടൈപ്പ് ബഫർ എന്ന് പറഞ്ഞാൽ. വീക്ക് ആസിഡും കോൺജുഗേറ്റ് ബേസും പേര് പോലെ തന്നെയാണ്. വിച്ച് ഈസ് ദ സോൾട്ട് ഓഫ് വീക്ക് ആസിഡ് വിത്ത് എ സ്ട്രോങ് ബേസ്. ഒരു വീക്ക് ആസിഡിൻ്റെ സോൾട്ടും ഉണ്ടായിരിക്കും, സ്ട്രോങ് ബേസും ഉണ്ടായിരിക്കും. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സൊല്യൂഷൻ കണ്ടെയ്ൻ അസറ്റിക് ആസിഡ് ആൻഡ് സോഡിയം അസറ്റേറ്റ്. ഇനി വീക്ക് ബേസ് ആൻഡ് കോൺജുഗേഷൻ ആണെങ്കിലോ തിരിച്ചാണ്. എങ്ങനെയാണ് വരിക? എന്താണ്? വീക്ക് ബേസും കോൺജുഗേറ്റ് ആസിഡും ആണ്, സോൾട്ട് ഓഫ് ദി വീക്ക് ബേസും സ്ട്രോങ് ആസിഡും ആയിരിക്കും. അമോണിയം ഹൈഡ്രോക്സൈഡും അമോണിയം ക്ലോറൈഡും. ഓക്കെ, ഇതുപോലെയാണ് നോർമലി വീക്ക് ബേസ് ആൻഡ് കോൺജുഗേറ്റഡ് ആസിഡ് ഉണ്ടാവുക. ഓക്കെ, എളുപ്പമല്ലേ, മനസ്സിലായില്ലേ? ഇനി 2 സോൾട്ട് ആക്ടിങ് ആസ് ആൻ ആസിഡ് ബേസ് പെയർ. 2 സോൾട്ടുകൾ ആസിഡ് ബേസ് പെയർ ആയിട്ട് ആക്ട് ചെയ്യാണ്. ഇവിടെ 2 സോൾട്ട് കമ്പൈൻ ടു ഫോം ആസിഡ് ബേസ് പെയർ കോൺട്രിബ്യൂട്ട് ടു ബഫർ സിസ്റ്റം. സോ ഈ ബഫർ സിസ്റ്റത്തിൽ 2 സോൾട്ടുകൾ എന്ത് ചെയ്യുന്നു? ആസിഡ് ബേസ് പെയർ ആയിട്ട് നിൽക്കുവാണ്, കോമ്പൈൻ ചെയ്ത് നിൽക്കുവാണ്. സോ എക്സാമ്പിൾ മോണോ ബേസിക് പൊട്ടാസ്യം ഫോസ്ഫേറ്റും ഡൈ ബേസിക് പൊട്ടാസ്യം ഫോസ്ഫേറ്റ് രണ്ടും ഒന്ന് തന്നെയാണ്, പക്ഷെ എന്താണ്? 2 ഡിഫറെൻറ്റ് സോൾട്ട് ആണ്. ഒന്ന് മോണോ ബേസിക്കും ആണ്, ഒന്ന് ഡൈ ബേസിക്കും ആണ്. നെക്സ്റ്റ് വൺ ഈസ് ആംഫോട്ടറിക് ഇലക്ട്രോലൈറ്റ്സ് ആണ്. സോ ആംഫോട്ടറിക് ഇലക്ട്രോലൈറ്റ് ബഫർ സിസ്റ്റം എന്ന് പറഞ്ഞാൽ എബിലിറ്റി ടു ഡൊണേറ്റ് ഓർ അക്സെപ്റ്റ് പ്രോട്ടോൺ ഡിപ്പെൻഡിങ് ഓൺ ദ പി എച്ച് ഓഫ് ദ സൊല്യൂഷൻ. ആ സൊല്യൂഷൻ്റെ പി എച്ചിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് ഒന്നെങ്കിൽ പ്രോട്ടോൺസിനെ അക്സെപ്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ഡൊണേറ്റ് ചെയ്യാനോ പറ്റുന്ന സൊല്യൂഷനെയാണ് ആംഫോട്ടറിക് ഇലക്ട്രോലൈറ്റ് എന്ന് പറയുക. ഓക്കെ,
സോ ആംഫോട്ടറിക് ഇലക്ട്രോലൈറ്റ് എന്ന് പറയുന്നത് ഒരു ബഫർ സിസ്റ്റത്തിൽ എങ്ങനെയാണ് ഹെൽപ്പ് ചെയ്യുന്നത്? ഡൊണേറ്റ് ഓർ അക്സെപ്റ്റ് ദ പ്രോട്ടോൺ ഡിപ്പെൻഡിങ് ഓൺ ദ pH ഓഫ് ദ സൊല്യൂഷൻ. എക്സാമ്പിൾ സൊല്യൂഷൻ ഓഫ് ഗ്ലൈസീൻ വിച്ച് ഇസ് എൻ അമിനോ ആസിഡ് കേപ്പബിൾ ഓഫ് ആക്ടിങ് ആസ് ബോത്ത് ആൻ ആസിഡ് ആൻഡ് ബേസ്. എന്താണ്? ഒരു സൊല്യൂഷൻ ഓഫ് ഗ്ലൈസീൻ ആണ് അമിനോ ആസിഡ് കേപ്പബിൾ ഓഫ് ബോത്ത് ആൻ ആസിഡ് ആൻഡ് ബേസ്. ഇനി നമ്മൾ പറയാൻ പോകുന്ന സൊല്യൂഷൻ ഓഫ് സ്ട്രോങ് ആസിഡ് ആൻഡ് ബേസ് ആണ്. സോ സൊല്യൂഷൻ ഓഫ് സ്ട്രോങ് ആസിഡ് ആൻഡ് ബേസ് ക്യാൻ എക്സിബിറ്റ് ബഫർ ആക്ഷൻ. സോ ഈ സൊല്യൂഷൻ ഓഫ് സ്ട്രോങ് ആസിഡും ബേസും ബഫർ സിസ്റ്റം ആക്ഷൻ തന്നെ ഉണ്ടാക്കും. പക്ഷേ ഇൻ സെർട്ടൻ pH ഡ്യൂ ടു ദ റിലേറ്റീവ്ലി ഹയർ കോൺസെൻട്രേഷൻ ഓഫ് ഹൈഡ്രോണിയം അയൺ ആൻഡ് ഹൈഡ്രോക്സിൽ അയൺ. അതായത് ഒരു സെർട്ടൻ pHൽ ഇതിൻ്റെ ഹയർ കോൺസെൻട്രേഷൻ ഓഫ് ഹൈഡ്രോണിയം അയണും ഹൈഡ്രോക്സിൽ അയണും ഉള്ളത് കൊണ്ടാണ് ഈ ഒരു സിസ്റ്റം ഇല്ലെങ്കിൽ ഈ ഒരു സ്ട്രോങ് ആസിഡ് ബേസ് സിസ്റ്റം എന്ത് ചെയ്യുന്നത്? ബഫറായിട്ട് ആക്ട് ചെയ്യുന്നത്. എക്സാമ്പിൾ ഹൈഡ്രോക്ലോറിക് ആസിഡും ബഫർ കവർ വിത്ത് റേഞ്ച് 1.2 to 2.2 ആണ് അല്ലേ. ഈ ഹൈഡ്രോക്ലോറിക് ആസിഡ് അറിയാലോ, അതിൻ്റെ pH 1.2 to 2.2 നിൽക്കും. സോ അതിനകത്ത് പൊട്ടാസ്യം ക്ലോറൈഡും കൂടെ ഉണ്ടാവും. അപ്പോൾ ഇതും ഒരു ബഫർ സിസ്റ്റമായിട്ട് ആക്ട് ചെയ്യുന്നു. ഇനി ബഫർ സിസ്റ്റം ബൈ ഡ്രഗ് സൊല്യൂഷനാണ്. നമുക്കറിയാം ബഫർ ആക്ഷൻ എന്ന് പറയുന്നത് നമുക്ക് പല രീതിയിലും ഫാർമസ്യൂട്ടിക്കൽ പ്രിപ്പറേഷൻ ഹെൽപ്പ് ചെയ്യാറ്. ചില ഡ്രഗുകൾക്ക് ക്ലിയർ ആയിട്ടൊരു ബഫർ ആക്ഷൻ അതിന് തന്നെ ഉണ്ടായിരിക്കും, പക്ഷെ അതിൻ്റെ ബഫർ കപ്പാസിറ്റി എന്ന് പറയുന്നത് ലോ ആയിരിക്കും. ഇപ്പോൾ എക്സാമ്പിൾ പറയുവാണെങ്കിൽ എഫിഡ്രിക് ഇൻ അസിഡിക് മീഡിയ ഫോർ എ സോൾട്ട് ഓഫ് എഫിഡ്രിൻ ഹൈഡ്രോക്ലോറൈഡ് ആക്ടിങ് ആസ് എ ബഫർ സിസ്റ്റം സിമിലർ ടു വീക്ക് ബേസ് ഇൻ സോൾട്ട് വിത്ത് സ്ട്രോങ് ആസിഡ്. കണ്ടോ? അപ്പം ഈ എഫിഡ്രിൻ എന്ന് പറയുന്നത് അസിഡിക് മീഡിയയിൽ അതിൻ്റെ സോൾട്ട് ആയിട്ടുള്ള എഫിഡ്രിൻ ഹൈഡ്രോക്ലോറൈഡ് ഒരു ബഫർ സിസ്റ്റം ആയിട്ട് തന്നെ ആക്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. പിന്നെ സാലിസിലിക് ആസിഡ് ആണ് സ്റ്റോർഡ് ഇൻ എ സോഫ്റ്റ് ഗ്ലാസ് ബോട്ടിൽ react with the sodium ion in the container for sodium salicylate creating a buffer similar to weak acid and salt in the strong base. So salicylic acid ഈ സോഫ്റ്റ് ഗ്ലാസ് ബോട്ടിൽ വെക്കുമ്പോൾ അതിലുള്ള സോഡിയം അയോൺസുമായിട്ട് റിയാക്ട് ചെയ്ത് സോഡിയം സാലിസിലേറ്റ് ആയിട്ട് ഒരു ബഫറായിട്ട് മാറുകയും അങ്ങനെ അത് ആക്ട് ചെയ്തിരിക്കുകയും ചെയ്യാറുണ്ട്. അപ്പോൾ ഇത് ഒരു ഡ്രഗ് തന്നെ സ്വന്തമായി ഒരു ബഫർ ആവുന്നതാണ്. എക്സാമ്പിൾസ് നോക്കി വെക്കുക. ഇനി ബഫർ ആക്ഷൻ മെക്കാനിസം ആണ്. ബഫർ എന്ന് പറയുന്നത് നമുക്കറിയാം pH സ്റ്റെബിലിറ്റിക്ക് ഒരു വൈറ്റൽ റോള് പ്ലേ ചെയ്യുന്ന ഒരാളാണ്. ആസിഡ് ബേസിൻ്റെ കാര്യത്തിൽ ഒരു ഇമ്പോർട്ടൻറ്റ് റോള് പ്ലേ ചെയ്യുന്ന ഒരാളാണ്. സോ ബഫർ ആക്ഷൻ ഓഫ് ആസിഡ് ബഫർ പറയുവാണെങ്കിൽ ആസിഡ് ബഫർ സിസ്റ്റത്തിലാണെങ്കിൽ മിക്സ്ചർ ഓഫ് അസറ്റിക് ആസിഡ് സോഡിയം അസറ്റേറ്റ് ദ വീക്ക് ആസിഡ് ആൻഡ് സോൾട്ട് ആർ ഇൻവോൾവ് ഇൻ മെയിൻറ്റെയിൻ ദ pH സ്റ്റെബിലിറ്റി. സോ ആസിഡ് ബഫർ സിസ്റ്റത്തിലെ മിക്സ്ചർ ഓഫ് അസറ്റിക് ആസിഡും സോഡിയം അസറ്റേറ്റ് അതായത് വീക്ക് ആസിഡും സോൾട്ടുമായിരിക്കും pH സ്റ്റെബിലിറ്റിക്ക് മെയിൻറ്റെയിൻ ആയിട്ട് റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ആൾക്കാർ. ഓക്കെ അല്ലേ? ഇനി സ്മോൾ എമൗണ്ട് ആസിഡ് ആഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ദ എക്സസ് H3O plus ion react with acetate ion to form acetic acid. അതായത് നമ്മൾ കുറച്ച് ആസിഡ് ഈ ബഫേഴ്സിൽ ആഡ് ചെയ്ത് കഴിയുമ്പം H3O plus X ആയിട്ടുള്ള അയോൺസ് ഉണ്ടാവില്ലേ, അത് അസറ്റേറ്റ് അയോണുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് അസറ്റിക് ആസിഡ് ഉണ്ടാക്കുന്നു. ദിസ് റിയാക്ഷൻ കൺസ്യൂം ദ ആഡ് H3O plus അയോൺ പ്രിവെന്റിങ് സിഗ്നിഫിക്കൻറ്റ് ചേഞ്ച് ഇൻ pH. അപ്പോൾ എന്ത് ചെയ്യുന്നു? ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് തന്നെ ഈ H3O plus എന്ത് ചെയ്യുന്നു? അത് കൺസ്യൂം ചെയ്തിട്ട് സിഗ്നിഫിക്കൻറ്റ് pH വാല്യൂ മെയിൻറ്റെയിൻ ചെയ്യുന്നു. ഇത് ആസിഡ് ബഫറിൻ്റെ കാര്യത്തിലാണ് കേട്ടോ. ഇതേപോലെ തന്നെയാണ് ബേസ് OHX ആവുമ്പോൾ എന്ത് ചെയ്യുന്നു? അസറ്റിക് ആസിഡ് അസറ്റേറ്റ് അയൺസ് ഫോം ചെയ്യുകയും ഫർദർലി pHൽ ചേഞ്ച് വരാതിരിക്കുകയും ചെയ്യുന്നു. സോ ഇതേപോലെ തന്നെയാണ് വീക്ക് ആസിഡും അതിൻ്റെ സോൾട്ടുകളും pH ഇങ്ങനെ കോൺസ്റ്റന്റ് ആയിട്ട് റിമെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നത് കേട്ടോ. ഇത്രയേ ഉള്ളൂ. ഇതാണ് ബേസിക് ആയിട്ട് മനസ്സിലാക്കേണ്ട ഒരു സിമ്പിൾ കാര്യം. ഇത് നമ്മൾ എക്സസ് ആയിട്ട് H3O plus OH ആവുമ്പം ഇത് H3O plus ആണെങ്കിൽ അസറ്റിക് ആസിഡും ഇനി OH ആണെന്നുണ്ടെങ്കിൽ അസറ്റിക് ആസിഡ് അസറ്റേറ്റ് അയോൺസുമായിട്ട് മാറുന്നു. ഈ ഒരു കാര്യമാണ് നിങ്ങൾ മൈൻഡിൽ എപ്പോഴും വെക്കേണ്ടത്. ഇനി ബഫർ ആക്ഷൻ ഓൺ ആൽക്കലൈൻ ബഫറാണ്. ഇനി ആൽക്കലൈൻ ബഫർ ലൈക്ക് അമോണിയം ഹൈഡ്രോക്സൈഡ് അമോണിയം ക്ലോറൈഡ് ഒക്കെയാണ് ദ വീക്ക് ബേസ് ആൻഡ് സോൾട്ട് പ്ലേ ആൻഡ് മെയിൻറ്റെയിനിങ് pH സ്റ്റെബിലിറ്റി. ഇനി ആൽക്കലൈൻ ബഫറാണ് വരുന്നതെങ്കിൽ അവിടെ അസറ്റേറ്റ് പോലെ അല്ലെങ്കിൽ അസറ്റിക് ആസിഡ് അല്ല, ഇവിടെ അമോണിയം ഹൈഡ്രോക്സൈഡും അമോണിയം ക്ലോറൈഡുമാണ് വരിക കേട്ടോ. സോ H3O plus ആണ് കൂടുകയെങ്കിൽ അമോണിയം ഹൈഡ്രോക്സൈഡ് അമോണിയം അയോൺസ് ആയിട്ട് മാറുന്നു. എന്ത് ചെയ്യുന്നു? H3O plus ആണെങ്കിൽ അമോണിയം ഹൈഡ്രോക്സൈഡ് ടു ഫോം അമോണിയം അയൺസ് ആൻഡ് വാട്ടർ. ഇനി എന്നിട്ട് H3O plus പ്രിവെന്റ് ചെയ്യുന്നു. ഓക്കെ. ഇനി ഇതേപോലെ തന്നെ സ്ട്രോങ് ബേസ് ആണെന്നെങ്കിൽ OH മൈനസ് ആണെന്നുണ്ടെങ്കിൽ അമോണിയം അയോൺസ് നിന്ന് അമോണിയം ഹൈഡ്രോക്സൈഡ് ആയിട്ട് മാറുന്നു എന്നുള്ളത്. അമോണിയം അയോൺസ് അമോണിയം ഹൈഡ്രോക്സൈഡ് ആയിട്ട് മാറുകയും സിഗ്നിഫിക്കൻറ്റ് ചേഞ്ച് മാറ്റുകയും ചെയ്യുന്നു. അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ് മാറുന്നത്, ഏതാണ് മാറുന്നത്, അത് മാത്രമേ നോക്കാവൂ. അല്ലാണ്ട് വാരിക്കോരിയൊന്നും വെറുതെ ഇത് സമയം കളയരുത്. ഇനി നെക്സ്റ്റ് വൺ ഇസ് ബഫർ കപ്പാസിറ്റി ആണ്. ഏറ്റവും കൂടുതലായിട്ട് ചോദിക്കാൻ ചാൻസ് ഉള്ള കാര്യമാണ്. ബഫർ കപ്പാസിറ്റി മീൻസ് ദ എബിലിറ്റി ഓഫ് എ ബഫർ ഷുഡ് ബി റെസിസ്റ്റ് ചേഞ്ച് ഇൻ pH അപ്പോൺ അഡിഷൻ ഓഫ് ആസിഡ് ഓർ ബേസ്.
അതായത് ഒരു ബഫറിന് എത്രത്തോളം pH റെസിസ്റ്റ് ചെയ്ത് വെക്കാൻ പറ്റും എന്നുള്ളത്, അതിനാണ് ബഫർ കപ്പാസിറ്റി പറയുക കേട്ടോ. ഡിഫൈൻഡ് ആസ് ദ റേഷ്യോ ഓഫ് increment of strong base on small change in pH brought about this addition. Buffer capacity can be mathematically expressed using various equations such as Van-Silsky's equation, which considers the concentration of buffer compound and the dissociate constant Ka. സോ ബേസിക്കലി ഈ ബഫർ കപ്പാസിറ്റി കുറച്ച് ആസിഡോ കുറച്ച് ബേസോ ഒക്കെ ആഡ് ചെയ്ത് കഴിയുമ്പോൾ അത് റെസിസ്റ്റ് ആയിട്ട് ഇരിക്കുന്ന റേഷ്യോ തന്നെയാണ്. സോ ഇത് നമ്മൾ വാൻ-സിൽക്കീസ് ഇക്വേഷൻ ഉണ്ട്, വാൻ-സിൽക്കീസ് ഇക്വേഷൻ ആണ് നമ്മളെ റെഫറൻസ് ടെക്സ്റ്റ് ബുക്കിലുണ്ട്. സോ ഡിസോസിയേറ്റ് കോൺസ്റ്റന്റ് Ka വെച്ചിട്ടാണ് നമ്മളിത് പറയുന്നത് കേട്ടോ. മാക്സിമം ബഫർ കപ്പാസിറ്റി എൻഷുർ റോബസ്റ്റ് pH സ്റ്റെബിലിറ്റി ഇൻ ബഫേർഡ് സൊല്യൂഷൻ. സോ മാക്സിമം ബഫർ കപ്പാസിറ്റി ഉണ്ടെന്നുണ്ടെങ്കിൽ ദാറ്റ് മീൻസ് റെസിസ്റ്റൻസ് കൂടുതലാണ് എന്നുള്ളതാണ് അർത്ഥമാക്കുന്നത് കേട്ടോ. സോ ഇതിൽ 2-3 പോയിന്റ്സ് നോക്കി വെക്കുക, 2 മാർക്കിന് ചോദിക്കും. അതിന്റെ മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ റെഫറൻസ് ടെക്സ്റ്റിലുണ്ട്, പറ്റുന്നവരെ നോക്കുക. ഇനി ബഫർ ഇക്വേഷൻ ആണ്, ഇമ്പോർട്ടൻ്റ് ആണ്. ഹാൻഡേഴ്സൺ-ഹാസൽബാക്ക് ഇക്വേഷൻ ആണ്. സോ ബഫർ ഇക്വേഷൻ റെഫറൻസ് ചെയ്യുക, നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ട്, അത് റെഫർ ചെയ്യുക. ഇതിനകത്ത് ഞാൻ കുറച്ചേ പറയുന്നുള്ളൂ. ഡെറിവേഷൻ ഫോർ ആസിഡ് ബഫർ ആണെങ്കിൽ ദ ഇക്വേഷൻ ഇസ് ഡെവലപ്ഡ് ബേസ്ഡ് ഓൺ ഇക്വിലിബ്രിയം ബിറ്റ്വീൻ എ വീക്ക് ആസിഡ് ആൻഡ് കോൺജുഗേഷൻ ബേസ്. ഒരു വീക്ക് ആസിഡും അതിന്റെ കോൺജുഗേഷൻ ബേസും വെച്ചിട്ടാണ്, അതിന്റെ സോൾട്ടും വെച്ചിട്ടുമാണ് നമ്മൾ എന്ത് പറയുന്നത്, ഈ ആസിഡ് ബഫറിന്റെ കാര്യത്തിൽ ഈ ബഫർ ഇക്വേഷൻ പറയുന്നത്. ഇക്വിലിബ്രിയം എക്സ്പ്രഷൻ ഫോർ അയണൈസേഷൻ ഓഫ് ദ വീക്ക് ആസിഡ് ഈസ് റെപ്രസെന്റ് ബൈ ആസിഡ് ഡിസോസിയേഷൻ കോൺസ്റ്റന്റ്. നമ്മൾ ഓൾറെഡി പറഞ്ഞതുപോലെ ആസിഡ് ഡിസോസിയേഷൻ കോൺസ്റ്റന്റ് വെച്ചിട്ടാണ് ഈ വീക്ക് ആസിഡിന്റെ കാര്യത്തിൽ നമ്മൾ പറയുന്നത് കേട്ടോ. വെൻ സോഡിയം അസറ്റേറ്റ് ഇസ് ആസിഡ് ആഡ്, നമ്മൾ ഈ ഒരു ആസിഡ് ബഫറിൽ സോഡിയം അസറ്റേറ്റ് ആഡ് ചെയ്യുമ്പോൾ ഇക്വിലിബ്രിയം ഇസ് ഡിസ്ട്രിബ്യൂട്ടഡ് മൊമെന്റർലി ബട്ട് ദ സിസ്റ്റം അഡ്ജസ്റ്റ് ടു റീ എസ്റ്റാബ്ലിഷ് ഇക്വിലിബ്രിയം. നമ്മൾ ഇതിൽ എന്ത് ചെയ്യുന്നു, നമ്മൾ ഈ ഒരു അസറ്റേറ്റ് നമ്മൾ സോഡിയം അസറ്റേറ്റ് ആഡ് ചെയ്ത് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി റെസിസ്റ്റൻസ് കാണിക്കും. എന്നാൽ തന്നെയും അതിന്റെ ഇക്വിലിബ്രിയം, നേരത്തെ ഉണ്ടായിരുന്ന ഇക്വിലിബ്രിയത്തെ റീ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ അതൊന്നും കൂടെ ശ്രമിക്കും, അത് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്യുക. സോ അവിടെയാണ് നമുക്ക് ഈ ഹാൻസൻ-ഹാൻഡൽബാൻ ഇക്വേഷൻ നമുക്ക് ഈ റീഅറേഞ്ച്മെന്റ്, ഇക്വിലിബ്രിയം റീഅറേഞ്ച്മെന്റിന് വേണ്ടി നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നത്. അത് pH ഈസ് ഈക്വൽ ടു pK പ്ലസ് ലോഗ് സോൾട്ട് ബൈ ആസിഡ് ആണ് വരിക. സോ pKa ഒരു നെഗറ്റീവ് ലോഗരിതം ഓഫ് ആസിഡ് ഡിസോസിയേഷൻ കോൺസ്റ്റന്റ് Ka ആയിരിക്കും കേട്ടോ. സോ pKa ഒരു നെഗറ്റീവ് ലോഗരിതം ഓഫ് ദി ആസിഡ് ഡിസോസിയേഷൻ കോൺസ്റ്റന്റ് Ka ആയിരിക്കും. കുറച്ചത് മനസ്സിലാക്കാൻ പാടാണ്, ജസ്റ്റ് ആ കൺസെപ്റ്റ് മനസ്സിലാക്കുക, എന്നിട്ട് അത് വായിക്കുക എന്നുള്ളത് മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ അല്ലേ? സോ ആസിഡ് ബഫറാണ് പറഞ്ഞത്, വീക്ക് ആസിഡ് ആണ്, കോൺജുഗേറ്റ് ബേസും സോൾട്ടും ആണ് പറഞ്ഞത്. നമ്മൾ കുറച്ച് സോഡിയം അസറ്റേറ്റ് ആഡ് ചെയ്യുമ്പോൾ അത് ഇക്വിലിബ്രിയം എന്ത് ചെയ്യുന്നു, റീ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നു. അവിടെ നമുക്ക് ഈ ഹാൻഡൽസൺ-ഹാൻഡൽബാൻ ഇക്വേഷൻ യൂസ് ചെയ്യാം എന്നുള്ളതാണ്. സോ pH ഈസ് ഈക്വൽ ടു pK പ്ലസ് ലോഗ് സോൾട്ട് ബൈ ആസിഡ് ആണ്. സോ pK ഒരു നെഗറ്റീവ് ലോഗരിതം ഓഫ് ആസിഡ് ഡിസോസിയേറ്റ് കോൺസ്റ്റന്റ് Ka ആയിരിക്കും. ഓക്കെ അല്ലേ? സോ ഇനി ആൽക്കലൈൻ ബഫർ ആണ്. സോ അവിടെ എങ്ങനെയാണോ നമ്മൾ അപ്ലൈ ചെയ്തത് അതുപോലെ തന്നെയാണ് ഇവിടെയും. pH ഈസ് ഈക്വൽ ടു pKw മൈനസ് pKb പ്ലസ് ലോഗ് സോൾട്ട് ബൈ ബേസ് ആണ്. സോ ഇതിന്റെ ഓരോന്നിന്റെയും നമ്മൾ എവിടെ പറയുന്നുണ്ട്, റെഫറൻസിൽ പറയുന്നുണ്ട്, അവിടെ നിങ്ങൾ നന്നായിട്ട് വായിക്കാം. സോ pKw എന്ന് പറയുന്നത് നെഗറ്റീവ് ലോഗരിതം ഓഫ് അയൺ പ്രൊഡ്യൂസ് വാട്ടർ ആൻഡ് pKb എന്ന് പറയുന്നത് നെഗറ്റീവ് ലോഗരിതം ഓഫ് ബേസ് ഡിസോസിയേറ്റീവ് കോൺസ്റ്റന്റ് ആണ്. pKb നെഗറ്റീവ് ലോഗരിതം ഓഫ് ബേസ് ഡിസോസിയേറ്റീവ് കോൺസ്റ്റന്റും pKw എന്ന് പറയുന്നത് നെഗറ്റീവ് ലോഗരിതം ഓഫ് അയൺ പ്രൊഡക്ഷൻ ഓഫ് വാട്ടറുമാണ് കേട്ടോ. സോ ആപ്ലിക്കേഷൻ ഉണ്ട്, നമ്മളെ കെമിസ്ട്രി, ബയോകെമിസ്ട്രി, ഫാർമക്കോളജി, മെഡിസിനിലൊക്കെ ഒരുപാട് ആപ്ലിക്കേഷൻ ഉണ്ട്. പിന്നെ ഫോർമുലേഷൻ കൺട്രോൾ, സ്റ്റെബിലിറ്റിക്ക് ഹെൽപ്പ് ചെയ്യാറുണ്ട്. പിന്നെ വേരിയസ് ആസിഡ് ബേസ് ബാലൻസ്, ബയോളജിക്കൽ സിസ്റ്റത്തിന് നമുക്ക് ഹെൽപ്പ് ചെയ്യാറുണ്ട്. അനലിറ്റിക്കൽ കെമിസ്ട്രിയിൽ ബഫറിൽ, അതായത് HPLC ഒരുപാട് ടെക്നിക്സിൽ നമുക്ക് ഹെൽപ്പ് ചെയ്യാറുണ്ട്. പിന്നെ ഹാൻഡേഴ്സൺ-ഹാസൽബാൻ ഇക്വേഷൻ ഒരുപാട് ഫണ്ടമെന്റൽ ടൂൾ റിസർച്ചേഴ്സിനൊക്കെ ഹെൽപ്പ് ചെയ്യാറുണ്ട്. ലൈക്ക് അതിന്റെ ഒപ്റ്റിമൈസേഷൻ, എക്സ്പെരിമെന്റൽ കണ്ടീഷൻ ഒക്കെ നമുക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്യാറുണ്ട്. ഈ ആപ്ലിക്കേഷൻ ഞാൻ കൊടുത്തിട്ടുണ്ട്, നിങ്ങളത് വായിക്കണം, 10 മാർക്കിനൊക്കെ വേണമെങ്കിൽ ചോദിക്കാം. ബഫർ ഇക്വേഷന്റെ ആപ്ലിക്കേഷൻ നമുക്കറിയാം, നേരത്തെ പറഞ്ഞ സെയിം സാധനം തന്നെയാണ്. സോ പ്രിപ്പറേഷൻ ഓഫ് സ്പെസിഫിക് pH സൊല്യൂഷൻ. സോ എങ്ങനെയാണ് നമ്മളൊരു pH സൊല്യൂഷൻ നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടത്? ദ ബഫർ ഇക്വേഷൻ എനേബിൾ ദ പ്രിസൈസ് ഫോർമുലേഷൻ ഓഫ് സൊല്യൂഷൻ വിച്ച് ഇസ് ഡിറൈവ്ഡ് pH വാല്യൂ ഓഫ് സെലക്ടിംഗ് അപ്രോപ്രിയറ്റ് റേഷ്യോ വീക്ക് ആസിഡ് ആൻഡ് കോൺജുഗേറ്റ് ബേസ് ഓർ വീക്ക് ബേസ് ആൻഡ് കോൺജുഗേറ്റ് ആസിഡ്. സോ നമ്മളൊരു pH സൊല്യൂഷൻ ഉണ്ടാക്കുന്നത് നമ്മുടെ ഫോർമുല പ്രകാരം തന്നെയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പം അതിനകത്ത് നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണം? വീക്ക് ആസിഡിന്റെ റേഷ്യോ നോക്കണം, വീക്ക് ബേസ്, അതിന്റെ സോൾട്ട്, കോൺജുഗേറ്റ് ആസിഡ്, നമ്മൾ അത്രയത്തിന്റെ ഒക്കെയാണ് നമ്മുടെ ഒരു ബഫർ നമ്മൾ എപ്പോഴും ചെക്ക് ചെയ്യുക. എന്തൊക്കെയാണ് അപ്രോപ്പർ റേഷ്യോ വീക്ക് ആസിഡ് ആൻഡ് കോൺജുഗേറ്റ് ബേസ്, അല്ലെങ്കിൽ വീക്ക് ബേസോ അല്ലെങ്കിൽ അതിന്റെ കോൺജുഗേറ്റ് ആസിഡോ ആയിരിക്കും നമ്മളെപ്പോഴും ചെക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നത്.
ഇനി കാൽക്കുലേഷൻ ഓഫ് ദി pH ഫോർ അൺനോൺ സൊല്യൂഷൻ എങ്ങനെയാണ് നമ്മൾ ചെയ്യാന്നുള്ളതാണ്. ഒരു അൺനോൺ സൊല്യൂഷൻ്റെ pH എങ്ങനെയാണ് നമ്മൾ അറിയുക. എങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്? ഒരു ബേസിക്കലി ഡിറ്റർമൈൻ ചെയ്യുന്നത് അൺനോൺ കമ്പോസിഷൻ ചെയ്യുന്നത് ബഫർ ഇക്വേഷൻ വെച്ചിട്ട് തന്നെയാണ്. നോൺ കോൺസെൻട്രേഷൻ ഓഫ് വീക്ക് ആസിഡ് ബേസോ അല്ലെങ്കിൽ അതിൻ്റെ കോൺജുഗേറ്റ് സോൾട്ട്, നമുക്കെല്ലാം അറിയുന്ന ഒരു നോൺ ആയിട്ടുള്ള ഒരു വീക്ക് ആസിഡോ ബേസോ ഉണ്ടായിരിക്കുമല്ലോ, അത് വെച്ചിട്ടാണ് നമ്മൾ ആ ബഫർ ഇക്വേഷൻ യൂട്ടിലൈസ് ചെയ്തിട്ടാണ് നമ്മൾ അറിയുന്നത് കേട്ടോ. ഇതിൻ്റെ ഒരു ഞാൻ എനിക്കൊന്ന് എക്സാമ്പിൾസ് നമ്മൾ റെഫറൻസിൽ കൊടുത്തിട്ടുണ്ട്, ജസ്റ്റ് നോക്കിക്കോളൂ കേട്ടോ. അങ്ങനെ കാൽക്കുലേഷനും ചോദിക്കുന്നുണ്ടാവില്ല, പക്ഷെ ഒന്ന് അറിഞ്ഞിരിക്കുക. സോ പ്രഡിക്ഷൻ ഓഫ് ഡ്രഗ് അബ്സോർപ്ഷൻ, ബേസിക്കലി ഹെൻസൺ ഹാസൽബാൽ ഇക്വേഷൻ ഇപ്പം pHമായിട്ട് ഡ്രഗിൻ്റെ അബ്സോർപ്ഷൻ ബന്ധപ്പെട്ടിരിക്കുന്നു. ഇപ്പം നമ്മുടെ വയറ്റിനകത്ത് അസിഡിക് pH ആണ്, ഇപ്പോൾ ഇൻഡസ്ട്രിയിൽ പോവുകയാണെങ്കിൽ ബേസിക് pH ആണ്. സോ അയോണൈസേഷൻ്റെ ഡ്രഗ് അയോണൈസേഷനെ പറ്റിയിട്ട് ഭയങ്കര ഇമ്പോർട്ടൻസ് വാല്യൂ ഉള്ളതാണ് ഈ ഒരു ഹാൻഡിൽബാസ് ഇക്വേഷൻ. നമ്മൾ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ ഫാർമക്കോളജിയിൽ പഠിക്കൂ കേട്ടോ, അതായത് നിങ്ങൾ ഫോർത്ത് സെമ്മും പോലും പഠിച്ചു തുടങ്ങും എന്താണ് അബ്സോർപ്ഷൻ ഡിസ്ട്രിബ്യൂഷനിൽ യൂസ്ഫുൾനെസ് വരിക എന്നുള്ള ക്രൂഷ്യൽ ഒപ്റ്റിമൈസേഷൻ ഒക്കെ നിങ്ങൾ പഠിക്കും. സോ ബേസിക്കലി അബ്സോർപ്ഷൻ നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. So next one is determination of pK ആണ്. So by measuring the pH of solution containing non-concentrated weak acid base and salt, pK value of acid or base can be determined used by Hansen-Hasselbalch equation. So basically നമുക്ക് അറിയാവുന്ന നോൺ കോൺസെൻട്രേഷൻ വെച്ചിട്ടാണ് ഹാൻസൺ-ഹാസൽബാച്ച് ഇക്വേഷൻ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് pK വാല്യൂ ഡിറ്റർമൈൻ ചെയ്യുന്നത്. സോ സോളിബിലിറ്റി നമുക്ക് ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റും. ഈ ബഫർ ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ ഫോർമുലേഷൻ ഡെവലപ്മെന്റിനൊക്കെ ഒരുപാട് രീതിയിൽ നമുക്ക് സോളിബിലിറ്റി ഹെൽപ്പ് ചെയ്യാറുണ്ട് കേട്ടോ. സോ സെലക്ഷൻ ഓഫ് സ്യൂട്ടബിൾ സോൾട്ട് ഫോം, എങ്ങനെയാണ് നമ്മൾ ഒരു സ്യൂട്ടബിൾ സോൾട്ട് എടുക്കുക എന്നാണ്. സോ ബേസിക്കലി pK വാല്യൂവിനെ ഒരുപാട് നമുക്ക് ബന്ധപ്പെടുത്തി വേണം നമ്മൾ ചെയ്യാൻ. അതൊരു ഫോർമുലേഷന് എത്രത്തോളം സ്റ്റെബിലിറ്റി കിട്ടുന്നുണ്ട്, എഫിഷ്യൻസി എന്നൊക്കെ നമുക്ക് നോക്കുന്നത് എപ്പോഴും അപ്രോപ്രിയേറ്റ് pK വാല്യൂ ചെക്ക് ചെയ്തിട്ടായിരിക്കും. സോ നമുക്ക് ആവശ്യമുള്ള pH കിട്ടുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള തീരുമാനിക്കുന്നത് pK വാല്യൂ നോക്കിയിട്ടായിരിക്കും കേട്ടോ. സോ നെക്സ്റ്റ് വൺ ഈസ് ഫാർമസ്യൂട്ടിക്കൽ ബഫർ സിസ്റ്റം ആണ്. സോ ഓൾറെഡി ഞാൻ പറഞ്ഞു, ഫാർമസ്യൂട്ടിക്കൽ ബഫർ സിസ്റ്റം ഡ്രഗ് എഫിഷ്യൻസി, പേഷ്യൻറ്റ് സേഫ്റ്റിക്ക് നമുക്ക് ഹെൽപ്പ് ചെയ്യാറുണ്ട്. ഒരു ഡ്രഗ് ഫോർമുലേഷൻ, അതായത് ഇപ്പോൾ എക്സാമ്പിൾ പറയുവാണെങ്കിൽ ബോറിക് ആസിഡ്, മോണോഹൈഡ്രേറ്റ് സോഡിയം കാർബണേറ്റ്, സോഡിയം ഫോസ്ഫേറ്റ് സോൾട്ട്, കോമ്പിനേഷൻ ഓഫ് ബോറിക് ആസിഡ്, സോഡിയം ബോറേറ്റ്, സോഡിയം ക്ലോറൈഡ്, ഇങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് ഫാർമസ്യൂട്ടിക്കൽ ഫോർമുലേഷനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നത് ഈ ബഫർ സിസ്റ്റങ്ങൾ, ഇങ്ങനെയുള്ള ബഫർ സിസ്റ്റങ്ങൾ വെച്ചിട്ടാണ് നമ്മൾക്ക് ഹെൽപ്പ് ചെയ്യുന്നത് ഫോർമുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. സോ പ്രിപ്പറേഷൻ ഓഫ് ഫാർമസ്യൂട്ടിക്കൽ ബഫർ സിസ്റ്റം ആണ്. സോ ഓൾറെഡി നമ്മൾ പറഞ്ഞതുപോലെ ബഫർ കപ്പാസിറ്റി ഒക്കെ നോക്കിയിട്ടാണ് നമ്മൾ എപ്പോഴും ചെയ്യേണ്ടാവുക. സോ നമുക്കൊരു ഫിസിയോളജിക്കൽ ബഫർ സിസ്റ്റം ഉണ്ട്, നമ്മളെ ബോഡിയിൽ തന്നെ ബയോളജിക്കൽ ബഫർ സിസ്റ്റം ഉണ്ട്. സോ ബ്ലഡ്, ടീയേഴ്സ്, യൂറിന്, ഇതിൻ്റെയൊക്കെ നമ്മളെ ബ്ലഡിൻ്റെ ഒക്കെ ബേസിക് ആയിട്ട് ബഫർ നമുക്ക് മാനേജ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഒരുപാട് ബഫർ സിസ്റ്റം നമുക്ക് ആവശ്യമാണ്. അത് ബൈകാർബണേറ്റ്, കാർബോണിക് ആസിഡ് ബഫർ, അല്ലെങ്കിൽ ഹീമോഗ്ലോബിൻ, ഓക്സി ഹീമോഗ്ലോബിൻ ബഫർ, ഇതൊക്കെ ഇതിൻ്റെയൊക്കെ pH പ്രോപ്പർ ആയിരിക്കണം. അതുകൊണ്ട് തന്നെ പല ഫോർമുലേഷൻ നമ്മളെ ബോഡിലേക്ക് കൊടുക്കുമ്പോൾ നമ്മുടെ ഫ്ലൂയിഡ്സുമായിട്ട് ആ ബഫറിന് അല്ലെങ്കിൽ ആ ഒരു pHന് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നമ്മൾ നോക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് കേട്ടോ. സോ ഇത്രയേ ഉള്ളൂ. റെഫറൻസ് നോട്ട് വായിക്കുക, അത്യാവശ്യം റെഫറൻസ് നോട്ടിൽ വലിയൊരു നോട്ടാണ്, വായിക്കാതെ പോകരുത്. ഇതൊരു ഐഡിയ തരുന്നൊരു ക്ലാസ് മാത്രമാണ്, റെഫറൻസ് നോട്ട് വായിക്കുക. അപ്പം നെക്സ്റ്റ് കാണാം. ബൈ.